രാവിലെ എഴുന്നേൽക്കുമ്പം ഇതുപോലെ നല്ല പച്ചപ്പായിട്ടുള്ളതൊക്കെ കാണുമ്പോഴത്തേക്കിന് മനസ്സിന് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ കുളിർമയൊക്കെയാണ് അല്ലേ. ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്ന ഓരോ ബോണസുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മളെ വരവേൽക്കുന്നത് പുതിയ പാഠങ്ങളും അനുഭവങ്ങളുമാണ്. ഞാൻ നിമ്മി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ബാത്റൂം ക്ലീനിങ് ആണ് കാണിക്കുന്നത്. അത് സിമ്പിളായിട്ടും ഈസി ആയിട്ടും എങ്ങനെ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ ജോലി തുടങ്ങുന്നതിന് മുന്നേ ഒരു ചായയും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കുകയാണ് കേട്ടോ. നല്ല ജോലിയുള്ള ദിവസം ഇതുപോലത്തെ എന്താ പറയുക എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ അടുക്കളയിലേത് കഴിയും. ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ റെഡിയാക്കാറുണ്ടല്ലേ. അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ജോലിയുള്ള ദിവസം ഇതുപോലത്തെയൊക്കെ പരിപാടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയും. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വെളിയിൽ ഉണങ്ങാനിട്ടിരുന്ന തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് ശേഷമാണ് ബാത്റൂം ക്ലീനിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നീറ്റായിട്ടും വൃത്തിയായിട്ടും നമ്മുടെ ബാത്റൂം ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഹാർപ്പിക്കും അതുപോലെ തന്നെ ക്ലോറക്സും പിന്നെ ഉപയോഗിക്കുന്നത് ഫ്ലോർ ക്ലീനറുമാണ് കേട്ടോ. ആ ഫ്ലോർ ക്ലീനറാണ് ലക്സിൻ്റെ ബോട്ടിലാണ് ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ പകുതിയായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ക്ലോസറ്റ് നമുക്ക് കൈ തൊടാതെ ഇപ്പോൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളിപ്പം ബ്രഷ് ഇട്ട് ഉരയ്ക്കണമെന്നില്ലല്ലോ. അപ്പം ഇതുപോലെ ഒരു ടിഷ്യൂ അല്ല 2 ടിഷ്യൂ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കുക. ക്ലോറക്സിനൊരു ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. അപ്പം അത് പറ്റത്തില്ലാത്തൊരു നമ്മൾ മാസ്ക് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇതുപോലെ ക്ലോറക്സ് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്ലോസറ്റ് അങ്ങ് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലഷ് ചെയ്താൽ മതി. നല്ല നീറ്റായിട്ട് നമ്മുടെ ക്ലോസറ്റ് കിട്ടും. അപ്പം നമ്മൾ ബ്രഷ് ഇട്ട് ഉരച്ചില്ലെങ്കിലും അത്രയും നീറ്റായിട്ട് നമ്മുടെ ക്ലോസറ്റ് കിട്ടും. അതുപോലെ തന്നെ ക്ലോറക്സ് ഉപയോഗിച്ചാണ് ഞാൻ ഫ്ലോറും ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈൽസിന് ഇടയ്ക്കൊക്കെ ബ്ലാക്ക് കളറില്ലേ, അപ്പോൾ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിലോ നമ്മളിതുപോലെ സ്വല്പം ക്ലോറക്സ് ഒഴിച്ചതിന് ശേഷം ഈ ഇടഭാഗത്തൂടെ എല്ലാം ഇതുപോലെ ഉരച്ച് കൊടുക്കുക. ഉരച്ച് കൊടുത്തതിന് ശേഷം ബ്രഷ് ഇട്ടിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഫ്ലോർ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ അതിന് നമ്മൾ ഒത്തിരി എനർജി ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുന്നത് സ്വല്പം സോഡാപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഹാർപ്പിക്ക് പിന്നെ ഫ്ലോർ ക്ലീനർ അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നത് ക്ലോറക്സ് ഇതെല്ലാം സ്വല്പം എല്ലാം ചേർക്കുക. അതിനുശേഷം അതിൽ നമ്മൾ വെള്ളമിട്ട് ഡയല്യൂട്ട് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരിയും കൂടെ ചേർത്താൽ നല്ല എഫക്റ്റാണ് കേട്ടോ. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചേർക്കാത്തത്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലീനറായിട്ട് നമുക്കിത് മാറും കേട്ടോ. അപ്പം അത് നമ്മുടെ വാഷ് ബേസിനിൽ അതുപോലെ തന്നെ എല്ലായിടത്തും ടബിലും ഒക്കെയാണ് ഇത് ഞാനിങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഇത് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി എനർജി ഉപയോഗിച്ചത് ഉരയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് പോയാൽ മതി. പെട്ടെന്ന് തന്നെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യണം കേട്ടോ. ഞാൻ ഒട്ടും ബലം പിടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് ഞാൻ ഈ ഫ്ലോറും അതുപോലെ തന്നെ ഇതുമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡീപ്പ് ക്ലീനിങ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിപ്പം എല്ലാ ആഴ്ചയിലും ഒന്നും ഞാൻ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാറില്ല. മാസത്തിലൊന്നാണ് ഇതുപോലെ നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ദിവസവും സാധാരണ സൊല്യൂഷനൊക്കെ ഇട്ടൊന്ന് പെട്ടെന്ന് കഴുകത്തേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി ബാത്ത് ടബൊക്കെ നല്ല ഡയർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണമെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷ് വെച്ച് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓൾറെഡി ആ സൊല്യൂഷൻ അതിൽ ഒഴിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ബാത്റൂമൊക്കെ വൃത്തികേടായിട്ടിരിക്കുന്നവർ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമ്മൾ കുളിക്കുമ്പം സോപ്പും വെള്ളവും കൂടെ ഒക്കെ തെറിച്ച് നമ്മുടെ ഭിത്തിയാണെങ്കിലും വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം ഡെയിലി നമ്മൾ കുളിക്കുന്ന കാരണം ആ ഒരു സോപ്പിൻ്റെ ഒക്കെ പാട് ആ ഭിത്തിയെ കൂടെ കാണും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു സൊല്യൂഷൻ നല്ലതാണ്. അപ്പം നമുക്ക് ഒത്തിരി എന്താ പറയുന്നത് എനർജി യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ ബാത്റൂം കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഓൾറെഡി ക്ലോസറ്റിൽ ഇത് ഒഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്തപ്പോൾ തന്നെ കണ്ടു നല്ല നീറ്റായിട്ട് നമ്മുടെ ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ക്ലോസറ്റിൽ ഫ്രഷ്നർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു ബ്ലൂ കളർ വന്നിരിക്കുന്നത്. ഇനി ജസ്റ്റ് നമ്മുടെ ഒരു സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് അതിൻ്റെ പുറം ഭാഗമല്ല ഇതുപോലെ ക്ലീൻ ചെയ്ത് വിടുകയുള്ളൂ. അപ്പോൾ തന്നെ ഇതെല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. സാധാരണ എനിക്ക് തോന്നുന്നു നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും. പക്ഷേ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്താൽ നല്ല നീറ്റായിട്ടും അതുപോലെ തന്നെ പളവളാന്ന് മിന്നുമെന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറും ഇതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുമ്പം തന്നെ നമ്മുടെ ഫ്ലോറിലുള്ള ചെളികളൊക്കെ പോകുന്നുണ്ട്, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ഈ ക്ലോറക്സ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കൈ അലർജി ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അലർജി വരും. അതുപോലെ തന്നെ മാസ്കും ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഇത് ക്ലീൻ ചെയ്യുമ്പം. അപ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്കാണ് പെട്ടെന്ന് ആസ്മ വരികയും അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ അലർജി ആവുകയും ചെയ്യും. അതിനുശേഷം ഇതുപോലെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണേ. ഇതിനിടയിൽ ഞാൻ ഗ്ലാസ്സും ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു, പക്ഷേ വീഡിയോ ഓഫായിപ്പോയി. അപ്പോൾ ഗ്ലാസ്സും എല്ലാം ഞാനിപ്പോൾ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്ത് വിടുകയാണ്. വെള്ളം ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ എല്ലാം ഉപയോഗിച്ചതിന് ശേഷം അതാത് സ്ഥലങ്ങളിൽ ഇതെല്ലാം എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ ഫ്ലോർ കണ്ട് അപ്പോൾ കണ്ടാൽ അറിയാം, ഇടയ്ക്കുണ്ടായിരുന്നു ഒത്തിരി ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, അതൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇരുന്നൊന്ന് വാഷ് ചെയ്യുവാണെങ്കിൽ, ഇരുന്നൊന്ന് ഉരയ്ക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് പോകും കേട്ടോ. ഞാനിപ്പം നമ്മുടെ നിന്നുരയ്ക്കുന്ന ആ ബ്രഷ് ഇട്ടിട്ടാണ് ഞാൻ ഉരച്ചത്, എന്നിട്ടും ഇത്രയും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാത്റൂം കണ്ടോ നല്ല മിന്നുന്ന പോലെ ആയിട്ടുണ്ട്, നല്ല നീറ്റാണ്. ഇനി ലാസ്റ്റ് നമ്മൾ വാഷ് ചെയ്യുന്നത് നമ്മുടെ ബക്കറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബക്കറ്റ് എപ്പോഴും വൃത്തികേടാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം അതിൽ പിടിക്കുന്നുണ്ട്, അപ്പോൾ അത് വൃത്തികേടാവാറുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പം ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ഞാൻ വാഷ് ചെയ്തത് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ഉപ്പ് കല്ലുണ്ടെങ്കിൽ അതിട്ടിട്ട് ബക്കറ്റ് ക്ലീൻ ചെയ്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് ബക്കറ്റ് കിട്ടും. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാം തിരിച്ച് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ബാത്റൂമിലെ സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്, ആ തട്ടിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ടോയ്ലറ്റ് ഫ്രഷ്നറുണ്ട്, അത് നമ്മുടെ ആ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോൾ ഫ്ലഷ് ചെയ്താലും നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. ബാത്റൂമിൽ വീണതാ, അയ്യോ ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല ഗൈസ്. ഇല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ നടുവൊടിഞ്ഞ് കുഞ്ഞു കൂട്ടി കിടന്നതിന് അത്രേ ഭാഗ്യത്തിന് പറ്റിയിട്ടുള്ളൂ. ഇച്ചിരി അങ്ങോട്ട് തട്ടി മുറിഞ്ഞിട്ടുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നാ പറയുന്നത്, കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെയാണ്. ഇത്രയും എന്നാണെങ്കിലും പറ്റിയുള്ളൂ. നടുവടിച്ച് വീണതിൻ്റെ ഒരു വേദനയുണ്ട് ഒരു സൈഡിൽ, അത് കുഴപ്പമില്ല, അത് കുഴമ്പൊക്കെ തേച്ചാൽ മാറിക്കോളും. അപ്പോൾ ബാത്റൂമൊക്കെ കഴുകുന്നവർ സോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്, നമ്മളിങ്ങനെ തെന്നിപ്പോവുക എന്നുള്ളത്. അപ്പം എല്ലാവരും എപ്പോഴും ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ടെന്ന് പറയുക കേട്ടോ. ഒരനുഭവം വന്നുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ബാത്റൂമിൽ വീണുകൊണ്ട് പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും മക്കൾ സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട്, അപ്പോൾ അവർക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. ഇന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ഉണ്ടാക്കണം. അപ്പം ചിക്കൻ ഓൾറെഡി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത്, അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ടിരിപ്പുണ്ട്. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഓൾറെഡി അരിഞ്ഞു വെച്ചേക്കുന്നുണ്ട്, അതും വേണ്ട. അപ്പം ഇനിയും പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഇതെല്ലാം കൂടെ എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം. സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ, ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഒത്തിരി ചാറൊന്നും ഇല്ലാതെ ഇച്ചിരി കുറുകിയ ഒരു കറിയാണ് വെക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കണം. ആ സമയത്ത് ഞാൻ ഈ ചിക്കനൊക്കെ ഇല്ലേ, ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുമല്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ അങ്ങ് പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ സവാള ഇവിടെ വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനും ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ട് കിട്ടും. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കനൊരു ഭാഗം വെന്തും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അതൊന്ന് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടുള്ളൊരു ഐഡിയയും കൂടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ സ്വല്പം ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അത് ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം അതിനൊന്നൊരു പ്രത്യേക കണക്ക് പറയുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ എരിവിനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പം അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ചിക്കനില്ലേ അതങ്ങ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം വിട്ടുപോയി, ഞാൻ അതിൽ സ്വല്പം സോയാ സോസും അതുപോലെ തന്നെ സ്വല്പം ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കന് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഒരു സ്വല്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഡയറക്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്കൊരു ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു തിക്നെസ് പോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെയാണ് അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ചിക്കൻ ചേർത്ത് കൊടുത്ത് ആ മസാലയിലിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് മൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരി കഴുകിയെടുക്കണം. ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കുന്ന അപ്പോൾ അതിനുള്ള അരി കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാധനം കണ്ട് ഇത് ഞാൻ നമുക്ക് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഊറ്റിക്കളയാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് കേട്ടോ. ഞാനിത് കടയിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഒന്ന് മേടിച്ചതാണ്. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ നമുക്കിതുപോലെ നല്ലതായിട്ട് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് നല്ല യൂസായിട്ട് തോന്നിയത്. നല്ല എന്താ പറയുന്നത്, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണെങ്കിലും 1 രൂപ കൊടുത്ത് മേടിച്ചാണെങ്കിലും അല്ലെ 5 പൈസ കൊടുത്ത് മേടിക്കുന്നതാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ഉള്ളത് മേടിക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അല്ലേ. അപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചാലും നമുക്ക് ചിലപ്പോൾ ഉപയോഗം ഇല്ലാത്തതൊക്കെ കാണും. നമുക്ക് ഭയങ്കര ഉപയോഗമുള്ളതെന്ന് പറഞ്ഞ് മേടിച്ചാലും ചിലപ്പോൾ ഉപയോഗമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും അത് ഷോപ്പിൽ കാണുന്നുണ്ടെങ്കിൽ മേടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മുടെ ചിക്കൻ കറിയിൽ ഞാനിപ്പോൾ തിളച്ച വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുവാണ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത്. ഒരു സൈഡിൽ നമ്മുടെ ബസുമതി അരി വേവിക്കാനും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ വേവുന്നുണ്ട്, നമ്മുടെ ചിക്കൻ കറിയും റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഇനി അതിലേക്ക് ഒരു സ്വല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി ഫിനിഷാവും. അങ്ങനെ ചിക്കൻ കറി ഫിനിഷായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റൈസും നമ്മുടെ റെഡിയാവും. അപ്പം ഓൾറെഡി ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് പണികൾ ഒത്തിരി കുറവാണ് കേട്ടോ. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഫ്രിഡ്ജ് ഓർഗനൈസർ കാണിക്കാം. അപ്പം നമുക്ക് മനസ്സിലാകും ഏതൊക്കെ സാധനങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിയുമെന്നുള്ളത് കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ സ്പ്രിംഗ് ഒനിയനൊക്കെ ഞാൻ കട്ട് ചെയ്യുവാണ് കേട്ടോ. അതിൻ്റെ വൈറ്റ് പോർഷനും എന്താ പറയുന്നത്, നമുക്കിത് കഴുകിയിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പം ജസ്റ്റ് കഴുകിയതിന് ശേഷം ഇത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ സ്വല്പം നെയ്യും അതുപോലെ തന്നെ ഞാൻ ഡാൽഡയുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഡാൽഡയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, പിന്നെന്താ പറയുന്നത്, പച്ചമുളക്, സ്വല്പം സവാള, അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനില്ലേ ഇതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, ഒത്തിരി ഒന്നും അങ്ങ് എന്താ പറയുന്നത് നമ്മൾ മൂപ്പിക്കണ്ട. അതിനുശേഷം പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ബീൻസും ക്യാരറ്റും ഒന്ന് വഴണ്ടി വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിനിയും ബാക്കി എന്താ പറയുന്നത്, മുട്ട ഒരു സൈഡിൽ ഞാൻ പൊരിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഉണ്ടെങ്കിലല്ലേ ഫ്രൈഡ് റൈസിനൊരു ടേസ്റ്റ് ഉള്ളൂ. ചിക്കൻ കറിയാണ് ഓൾറെഡി, എന്നാലും മുട്ടയൊക്കെ ഇടുമ്പോഴാണ് പിള്ളേർക്കൊരു എന്താ പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിൾ ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളവിടെ നമ്മുടെ മുട്ടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സോയാ സോസ്, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ ചേർക്കുന്നത് സ്വല്പം കുരുമുളക് പൊടി, അതുപോലെ തന്നെ പഞ്ചസാര, ഇത്രയും സാധനം കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ അത് മിക്സ് ചെയ്തത് കേട്ടോ. അന്നേരത്തേക്കിന് ഫോണിൻ്റെ പവർ ഓഫായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ അവിടെ ഓടുന്നുണ്ടെന്ന് നോക്കിയപ്പം വീഡിയോ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയും സ്വല്പം പഞ്ചസാരയാണെന്ന്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ശരിക്കും നമ്മുടെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അവസാനം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് ജിഞ്ചിലി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ എന്ന് പറയും. അപ്പം അത് സ്വല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് മുകളിൽ ഞാനൊരു സ്വല്പം മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിള്ളേർക്ക് കാണാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ
അതിന് മുകളിൽ ലാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്വല്പം എന്താ പറയുന്നത് എന്നാ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ. ഇത്രയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. അവർ വന്ന് കയറി. അപ്പം മണം അടിക്കുമ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ചിക്കൻ കറി ഉണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ കറി ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞ് അതൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞാൻ കാണിച്ചത് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ കൂടി ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.